ഫാദർ ഫിലിപ്പ് കവിയിൽ, ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ, അതിന്മേൽ എന്തെങ്കിലും ഉറപ്പ്, നിങ്ങൾക്ക് ആശ്വാസമാകുന്ന എന്തെങ്കിലും പ്രതികരണം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായോ? ഛത്തീസ്ഗഡിൽ ഉണ്ടായ ആ സംഭവം വളരെ ദുഃഖകരവും വേദനാജനകവുമാണ്. ക്രൈസ്തവ സന്യാസിനികളെ ബോധപൂർവം അറസ്റ്റ് ചെയ്യുകയും കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ക്രൈസ്തവ സന്യാസിനികളെ അറസ്റ്റ് ചെയ്യുക മൂലം ക്രൈസ്തവർക്ക് മൊത്തമായി എതിരെയുള്ള ഒരു പ്രവർത്തനം ഈ നാട്ടിൽ നടക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ക്രൈസ്തവരുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുവാൻ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാർട്ടികൾ പരിശ്രമിക്കുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ ബോധപൂർവം ക്രൈസ്തവർക്കെതിരായി പ്രവർത്തിക്കുന്നതിൻ്റെ പല തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് അവസാനത്തെ ഒരു തെളിവാണ്. ഞങ്ങൾ CBCIയുടെ നേതൃത്വത്തിൽ CBCIയുടെ പ്രസിഡൻറ്റ്, കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡൻറ്റ്, അഭിനന്ദനായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് സംശയലേശമന്യേ ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്, നീതിക്കായി ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനുള്ള പരിശ്രമങ്ങൾ നടക്കുകയാണ്. ഇതുവരെ ഒരു ആശ്വാസവചനം ലഭിച്ചതായിട്ട് എനിക്ക് അറിവില്ല. ഈ കേന്ദ്ര സർക്കാർ തീർച്ചയായും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, പ്രത്യാശിക്കുകയാണ്. ഒരു നാട്ടിൽ ഒരു പൗരന്മാർക്ക് പ്രയാസമുണ്ടാകുന്ന വിഷയങ്ങൾ വരുമ്പോൾ ഗവൺമെൻറ്റിനോടാണല്ലോ സഹായം അഭ്യർത്ഥിക്കേണ്ടത്. ഈ നാട്ടിലെ എല്ലാ പൗരന്മാർക്കും തുല്യമായ നീതി ലഭിക്കേണ്ടതുണ്ട്. ഈ നാട്ടിലെ 2.3% മാത്രമുള്ള ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തെയും ഇവിടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നൽകി സംരക്ഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കടമയുണ്ട്. ആ കടമ നിർവഹിക്കുന്നില്ലെങ്കിൽ ഇവിടെ ജനാധിപത്യം ചോദ്യചിഹ്നത്തിലാണ് എന്ന് പറയേണ്ടി വരും. മതേതരത്വം നിലനിൽക്കുന്ന ഈ നാട്ടിൽ, ഭരണഘടന മതേതരത്വം അനുവദിച്ചിരിക്കുന്ന ഈ നാട്ടിൽ എല്ലാ മതക്കാർക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള അവസരം സംജാതമാക്കേണ്ടതാണ്. ക്രൈസ്തവർ വളരെയധികം ന്യൂനപക്ഷങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മതപരിവർത്തന നിയമത്തിൻ്റെ മറവിൽ ഇവിടെയുള്ള ക്രൈസ്തവരെ ബോധപൂർവം വേട്ടയാടുകയാണ് എന്ന് നിരവധിയായ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഫിലിപ്പ് കവിൽ, നിങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ വടക്കേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പല സംസ്ഥാനങ്ങളിലായി അക്രമങ്ങൾ നേരിടുന്നു, പള്ളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, പിന്നെ മണിപ്പൂർ അടക്കമുള്ള നമ്മൾ കണക്കുകൾ മുന്നിലുണ്ടല്ലോ. പക്ഷേ സംസ്ഥാനത്ത് സഭ മറ്റൊരു നിലപാടല്ലേ ഇതിനിടയ്ക്ക് സ്വീകരിച്ചിരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും കേരളത്തിൽ നിങ്ങളുടെ പിന്തുണ വേണമെന്ന് ഈ പറയുന്ന സംഘപരിവാർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ വന്ന് കാണുന്നുണ്ട്, നിങ്ങൾ തിരിച്ചും ആ രൂപത്തിൽ പെരുമാറുന്നുണ്ട്, പലപ്പോഴായി പരസ്പരം സഹായിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് കേരളത്തിൽ ഒരു നിലപാട്, കേരളത്തിന് പുറത്ത് മറ്റൊരു നിലപാട് എന്നതാണോ നിങ്ങളുടെ മനസ്സിലാക്കൽ? അങ്ങനെ ഒരു നിലപാടില്ല. കേരളത്തിൽ ഒരിക്കലും സഭ മറ്റൊരു നിലപാടെടുത്തതായിട്ട് എനിക്കറിവില്ല. സഭ എപ്പോഴും പ്രശ്നാധിഷ്ഠിതമായ നിലപാടാണ് എടുക്കുന്നത്. മതേതരത്വത്തിന് അനുകൂലമായ നിലപാടാണ് സഭ എടുക്കുന്നത്. സഭ ആരുടെയും കക്ഷത്തിൽ കൊണ്ടുപോയി തലവെച്ചിട്ടില്ല. അത് തെറ്റായ പ്രചരണമാണ്. ചില പ്രത്യേക കോണുകളിൽ നിന്ന് സഭ ഒരു പ്രത്യേക വശത്തേക്ക് ചായുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതൊന്നും ഞങ്ങളുടെ അഭിപ്രായമല്ല. ഇവിടെ നാർക്കോട്ടിക് ജിഹാദെന്നും ലവ് ജിഹാദെന്നും പറഞ്ഞതും കേരള സ്റ്റോറി എന്ന ഒരു ന്യൂനപക്ഷ വിരുദ്ധ സിനിമ അത് ഇവിടെ പ്രദർശിപ്പിക്കാൻ മുൻകൈ എടുത്തതും അതിനനുകൂലമായ പ്രതികരണങ്ങൾ നടത്തിയത് ആരാണ് ഫാദർ ഫിലിപ്പ് കവിയിൽ? അതെ, നാർക്കോട്ടിക്സ് ജിഹാദ് എന്നോ ലവ് ജിഹാദോ എന്ന് പറഞ്ഞത് ആരോടാണ്, ആര് പറഞ്ഞു എന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. പൊതുസമൂഹത്തിലല്ല അത് പറഞ്ഞത്. സഭയുടെ അംഗങ്ങളുടെ ഇടയ്ക്ക് സഭയിലെ അംഗങ്ങളെ സംരക്ഷിക്കുവാൻ അവരോട് പറഞ്ഞ ഉപദേശത്തെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴച്ച് അത് മറ്റ് വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത് തെറ്റാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ആശയത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നതിന് ഒരിക്കലും സഭ എതിരല്ല. സഭ പറയുന്നത് പ്രണയക്കെണികൾക്ക് സഭ എതിരാണ്. അത് ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ
കെണിയിൽപ്പെടുത്തി സ്നേഹിച്ചിട്ട് ദുരിതത്തിലാക്കുന്നതിനെ സഭ എതിർക്കുന്നു. അത് ഇന്ന് അങ്ങനെ കെണി എന്നുള്ളത് അല്ലല്ല, ഒന്നോ രണ്ടോ ഏതെങ്കിലും സംഭവങ്ങൾ എന്ന രൂപത്തിലല്ല, അതൊരു ആസൂത്രിതമായി ഒരു വിഭാഗത്തിൽ, ഫാദർ ഫിലിപ്പ് കവേൽ, ആസൂത്രിതമായ ഒരു വിഭാഗത്തിൽ നിന്നും ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ഒരു ആക്രമണമായിട്ടാണ് അതിനെ വിലയിരുത്തിയത്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ സഭയ്ക്ക് നേരെ നടന്നിരിക്കുന്ന ആക്രമണമാണല്ലോ, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയമാണല്ലോ. നമുക്ക് അല്ല, വർഗീയത ഉണ്ടാക്കിയതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ഫാദർ ഫിലിപ്പ് കവേൽ, ഞാൻ വരാം. നമുക്ക് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ച ശേഷം ആരാരുടെ ശത്രു എന്ന തിരിച്ചറിവ് എന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അത് നിങ്ങൾ എത്രത്തോളം തിരിച്ചറിവിലേക്ക് എത്തി എന്നുള്ളതാണ് അറിയേണ്ടത്. നിങ്ങളെ ഏത് രൂപത്തിലാണ് ഈ ഉപദ്രവിക്കുന്നവർ കാണുന്നത്? അതിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവുണ്ട് എന്ന രൂപത്തിൽ കാണാനും പറ്റില്ലല്ലോ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.